വീണ വിജയന്റെ ലേക്കർ ഇന്ത്യ കോർപ്പ് തട്ടിക്കൂട്ട് കമ്പനി കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപം സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒറ്റമുറിക്കടയിലാണ്. സ്ഥാപനത്തിന്റെ പേര് വെള്ള പേപ്പറിലാണ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവയുടെ വിതരണമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നതെന്നാണ് ഇഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ലേക്കർ ഇന്ത്യക്ക് കെട്ടിടം വാടകയ്ക്ക് നൽകിയത് 3 വർഷം മുൻപെന്ന് കെട്ടിട ഉടമ മുഹമ്മദ് അലി. ഡോക്ടർ അനീസിന്റെ പേരിലാണ് കെട്ടിടം വാടകയ്ക്ക് എടുത്തതെന്നും ഉടമ പറയുന്നു. അത് ഏകദേശം 3 വർഷത്തോളം ആയിട്ടുണ്ടാവും എന്റെ ഓർമ്മ. അത് മറ്റേ ഡോക്ടർ അനീസ്, അയാള് മെട്രോ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അത് അയാളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, മെട്രോ ഹോസ്പിറ്റൽ. അപ്പൊ ഒരു സൈഡ് ബിസിനസ് എന്താ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുക്കാനാണ് പറഞ്ഞത്. ചെറിയ റൂമാണ്, 8 ഷട്ടറുള്ള റൂമല്ലേ. അവിടെ ഒരു സാധനങ്ങൾ പോയി നടക്കല്ലോ. വാടക തുടക്കത്തില് 3000 രൂപയായിരുന്നു. ഇപ്പൊ 1-2 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഞാൻ അഗ്രിമെന്റ് എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് വാടക ഇൻക്രീസ് ചെയ്തിരുന്ന സമയം പറഞ്ഞ സമയത്ത് ഒരു 250 ഇപ്പൊ 3250. അതുപോലെ മുമ്പൊക്കെ 1-2 പയ്യന്മാരൊക്കെ അടുത്ത് വന്നിട്ട് കുറെ ബോക്സുകളൊക്കെ കാണാറില്ല. സാധനം കണ്ടോന്ന് എനിക്കറിയില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ കമ്പനി ഒരു അടിമുടി തട്ടിപ്പ് കമ്പനിയാണ്. വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾക്ക് ഒരു മറയായിരുന്നു ഈ ഒരു കമ്പനി. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? അതായത് വീണ വിജയന്റെ വീട്ടിൽ ഇഡി സംഘം എത്തി റെയ്ഡ് നടത്തിയപ്പോഴാണ്, ഈ റെയ്ഡിനിടയിലാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയെക്കുറിച്ച് ഇഡി സംഘത്തിന് മനസ്സിലാകുന്നത്. തുടർന്നാണ് ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വീണ വിജയൻ പറയുന്നത് ഇത് കോഴിക്കോട് പന്തീരാങ്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി സംഘം പരിശോധിക്കുകയും ചെയ്തു. ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ആ സമയം ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ 12 ലക്ഷത്തോളം രൂപ ഉണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ പാർട്ട്ണർഷിപ്പിലുള്ള കമ്പനിയാണെന്ന് വീണ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാപനം കോഴിക്കോട് പന്തീരാങ്കാവിൽ തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു 2 നില കെട്ടിടത്തിന് മുകളിൽ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമാണ് വീണ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയിരിക്കുന്ന ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനം എന്നുള്ളതാണ് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് മനസ്സിലാകുന്നത്. കട ഒരു 2 നില കെട്ടിടത്തിൽ ഒരു മുറിയിൽ ഒരു കട, ആ കട അടഞ്ഞു കിടക്കുകയാണ്. തൊട്ടടുത്ത് സ്ഥാപനം നടത്തുന്നവരോട് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തുറന്നു കാണാം, പക്ഷേ നിരന്തരം എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ വീണ വിജയന്റെ ഭർത്താവായിട്ടുള്ള മുൻ മന്ത്രിയും അതുപോലെ MLA ഒക്കെ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിനും ഈ സ്ഥാപനത്തിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം വീണ വിജയന് തുടങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നില്ല, സ്ഥാപനത്തിൽ സ്റ്റാഫുകളോ മറ്റു ഉപകരണങ്ങളോ ഒന്നും ആ സ്ഥാപനത്തിലില്ല. അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് വീണ വിജയന്റെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാകുന്നു. അതിലാണ് ഇവിടെ സംശയം ഉയരുന്നത്. ഈ സ്ഥാപനത്തിന്റെ പേരിൽ വലിയ തുക തിരിമറി നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല ഈ തട്ടിപ്പിലൂടെ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്ന 2.78 ലക്ഷം രൂപയോളമുള്ള തുക ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടോ, തിരിമറി നടത്തിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെയാണ് ഇനി അന്വേഷണം നടക്കേണ്ടത്. എന്തായാലും ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് കടലാസ് കമ്പനിയാണ് എന്നുള്ളത് അവിടെ എത്തുന്ന ഒരാൾക്ക് അവിടെ എത്തുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഈ തട്ടിക്കൂട്ട് കമ്പനിയുടെ മറവിൽ വീണ വിജയൻ എന്തൊക്കെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. ലേക്കർ ഇന്ത്യ കോർപ്പ് അടിമുടി തട്ടിപ്പ് കമ്പനി. വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ നൽകിയത്.